ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ XP Wheels Lab. അപ്പോൾ ഇന്ന് നമ്മൾ കൊമ്പൻ ബസ് എടുത്തിട്ട് ഞാൻ സ്വന്തമായിട്ടുള്ള ഒരു ബസ് മേടിക്കുകയാണ് ഞാൻ പുതിയതായിട്ട്. അപ്പോൾ അതിൻ്റെ ഡെലിവറിക്ക് ഞങ്ങൾ പോവാണ്. അപ്പം നമ്മൾ കോയമ്പത്തൂരിലേക്കാണ് പോകുന്നത്. ഇപ്പം കൊച്ചിയിൽ നിന്ന് കോയമ്പത്തൂരിലേക്കാണ് പോകുന്നത്. കോയമ്പത്തൂരിലാണ് ബസ് ഉള്ളത്. അപ്പോൾ അവിടെ നിന്ന് എടുക്കണം. വണ്ടി ഇപ്പോൾ സ്റ്റോക്ക് കണ്ടീഷനായിരിക്കും. എന്നിട്ട് നമ്മൾ അത് തിരിച്ച് വരുന്ന വഴിക്ക് മോഡിഫൈ ഒക്കെ ചെയ്ത് സെറ്റാക്കിയിട്ടായിരിക്കും നാട്ടിലേക്ക് കൊണ്ടുവരിക. അപ്പോൾ അവിടെ എത്താനായിട്ട് കാണാം. A few moments later. ഓക്കെ ഗായ്സ്, അപ്പോൾ നമ്മൾ എത്താനായിട്ടില്ല, കുറച്ച് ദൂരം സഞ്ചരിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം പാലക്കാടാന്ന് തോന്നുന്നു. പാലക്കാട് എത്തിയിട്ടുണ്ട്. ഓക്കെ, ഇന്ന് അത്ര ട്രാഫിക് ഇല്ല. ഓക്കെ, ഹൈവേ ഇവിടെ സൈഡ് മാറി തരാൻ ഭയങ്കര പാടാണ്. കുറേ ബാക്കിൽ നിന്ന് നമ്മൾ ലൈറ്റ് അടിച്ചാലേ ഒരു മാറി തരും. എനിക്കൊണ്ട് സ്പീഡിൽ നമുക്ക് കയറാൻ പറ്റില്ല. ഭയങ്കര ട്രാഫിക്കാണ്. അതാണ് നമ്മൾ കുറച്ച് ബാക്കിൽ നിന്ന് ലൈറ്റ് അടിച്ചാൽ സ്പീഡിൽ റെഡിയായിട്ട് നമ്മൾ ഓവർടേക്കൊക്കെ എടുത്ത് വരുമ്പോഴായിരിക്കും മുന്നിൽ ഇതുപോലെ കുറേ ആൾക്കാരുണ്ട്. അതുപോലെ തന്നെ നമുക്കൊരു ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട്, XP Wheels Lab പറഞ്ഞിട്ടുള്ള. അതെല്ലാവരും ഒന്ന് കയറിയിട്ട് ഫോളോ ചെയ്യുക. അതുപോലെ അതിലും ചെറിയ ചെറിയ വീഡിയോസൊക്കെ വരുന്നതാണ് റീൽസായിട്ട്. അപ്പോൾ അതെല്ലാവരും കാണുക, മാക്സിമം കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. കുറച്ച് ദൂരം കൂടി പോവാനുണ്ട്, പക്ഷെ കുഴപ്പമില്ല. മഴ പെയ്യുന്നുണ്ട്. ഗ്ലാസ് വെക്കണം. ഗ്ലാസ് പൊക്കിയാലേ വൈപ്പർ ഉള്ളൂ. അപ്പം അവിടെ എത്തുമ്പോഴത്തേക്കും വണ്ടിയിൽ ഫുള്ള് ചളി. കുഴപ്പമില്ല. വരുന്ന വഴിക്ക് നമ്മൾ അത് വണ്ടി വേറൊരാളെടുത്ത് നിന്ന് അവിടെ നിന്ന് ഏൽപ്പിക്കും. മീൻസ് നാട്ടിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമ്മൾ പുതിയ ബസ്സിലേക്കും വരിക. അങ്ങനെയാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അതുപോലെ ഈ വീഡിയോ കാണുന്ന എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യുക. അതുപോലെ മാക്സിമം കമൻറ്റ് ഇടുക. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. നമ്മൾ മഴ അതിനെക്കൊണ്ട് ഓവർ സ്പീഡിൽ പോകാത്തതാണ്. ഫുള്ള് ആക്സിഡൻ്റ് ആവും വണ്ടി. അതിനെക്കൊണ്ട് അധികം സ്പീഡിൽ പോകുന്നില്ല. ഇല്ലെങ്കിൽ കുറച്ചും കൂടി സ്പീഡിൽ എത്തിക്കാൻ എത്തും. A few moments later. അങ്ങനെ ഏകദേശം എത്താനായിട്ടുണ്ട്. ഇനി കുറച്ച് ദൂരം കൂടിയേ ഉള്ളൂ. അപ്പോഴത്തേനും ട്രാഫിക്കിൽ പെട്ട് ലെഫ്റ്റിലേക്കാണ് പോകേണ്ടത്. പക്ഷെ നമ്മൾ റൈറ്റിലേക്ക് കയറി വന്നതിനെ കൊണ്ട് ഇനിയിപ്പം ഇവിടെ നിന്ന് എടുക്കൽ പാടാണ്. അതിനെക്കൊണ്ട് സിഗ്നൽ ഗ്രീനായാൽ തന്നെ പോകാൻ പറ്റും. ഓക്കെ, ഇവിടേക്ക് ചെറിയ റോഡാണെന്ന് തോന്നുന്നു, കുഴപ്പമില്ല. ഭാഗ്യത്തിന് ഇടിച്ചില്ല. ഇവരൊക്കെ പെട്ടെന്ന് അവിടെ കയറി വരിക. ഒരു സൈഡിൽ നിൽക്കുന്നില്ല. ഓവർടേക്ക് ചെയ്തിട്ട് അപ്പുറത്തെ റോഡ് കൂടെ കയറാം. വണ്ടി ജസ്റ്റ് മിസ്. തന്നെ ബൈക്കാരനൊക്കെ ഇടിച്ച് തെറിപ്പിച്ച് സീനാവില്ല. ഇവിടുന്ന് റൈറ്റിലേക്കാണല്ലോ കാണിക്കുന്നത്. കുറച്ച് ഇവിടുന്ന് റൈറ്റിലേക്ക്. നമ്മളങ്ങനെ ഏകദേശം എത്താനായിട്ടുണ്ട്. ഇനി ഇവിടുന്ന് കുറച്ച് മുന്നിലേക്ക് പോയിട്ട് ആണ് ഉള്ളത്. ഇവിടുന്ന് റൈറ്റിലേക്ക് ഒന്നും കൂടി പോകാനുണ്ട്. മാപ്പ് നോക്കിയിട്ടാണ് ഓടിക്കുന്നത്. മാപ്പ് റെഡിയായത്. ഇനി മാപ്പ് ചതിക്കില്ലല്ലോ, ഒന്ന് പ്രതീക്ഷിക്കാം. ഇവിടുന്ന് ഈ ലെഫ്റ്റിലേക്കുള്ള റോഡ്, ഹൈവേ കയറണ്ട, ലെഫ്റ്റിലേക്കുള്ള റോഡിലാണ്. ഓക്കെ, ഒരു ബ്ലൂ കാണിക്കുന്ന ഇവിടെയായിട്ട് ആണ് നമ്മളോട് നിൽക്കാൻ പറഞ്ഞത്. കുറച്ച് മുന്നിലേക്ക്. അവിടെ ഇപ്പോൾ രാത്രിയാണ്, ഒരു രാവിലെയാണ് ബസ്സും കൊണ്ട് വരിക. അപ്പം നമുക്ക് ബസ്സിൽ തന്നെ കിടക്കാം. നേരെ നിർത്തിയിടാം. ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങി നോക്കാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് കിടക്കാം. എന്നിട്ട് രാവിലെ ആകുമ്പോഴത്തേക്ക് അവർ കൊണ്ടുതരുന്നതാണ് പറഞ്ഞത്. അവർ വിളിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇതാണ് കൊമ്പൻ ബസ്.
ഇല്ല, അധികം ചെളിയൊന്നും പിടിച്ചില്ല, കുറച്ച് ആയിട്ടുണ്ട്. പിന്നെ രാത്രി അതിനെ കൊണ്ട് അത്ര അറിയൂല, ബ്ലാക്ക് അല്ലേ, ബ്ലാക്ക് 2 തീമല്ലേ. A few moments later. ഓക്കെ ഗായ്സ്, അപ്പോൾ രാവിലെ ആയപ്പോൾ ഒരു ബസ് കൊണ്ടു തന്നിട്ടുണ്ട്. ഇതാണ് നമ്മളുടെ പുതിയ ബസ്. അടിപൊളിയല്ലേന്ന് എല്ലാവരും കമൻറ്റ് ചെയ്യുക. അതുപോലെ ഇതല്ല, ഇനി നമ്മൾ പോകുന്ന വഴിക്ക് വണ്ടി അടിപൊളിയായിട്ട് മോഡിഫൈ ചെയ്യും. അപ്പം അത് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തില്ല, കാരണം വീഡിയോ ഭയങ്കര ലോങ് ആയിപ്പോവും. അപ്പം അത് അടുത്ത വീഡിയോയിൽ ചെയ്യുന്നതാണ്. ഓക്കെ, വണ്ടി കുറച്ച് അപ്പുറത്തേക്ക് മാറ്റിയിടാം. അതുപോലെ കൊമ്പൻ ബസ് വേറൊരു നമ്മളെ ഫ്രണ്ട് വന്നിട്ട് കൊണ്ടുപോയിട്ടുണ്ട് നാട്ടിലേക്ക്. അപ്പം അതങ്ങനെ ആണ്. ഈ ബസ്സിന് ഈ അത്യാവശ്യം കൺട്രോളൊക്കെ ഉണ്ട്, നല്ല അടിപൊളി വണ്ടിയാണ്. ഓക്കെ, ഇപ്പം തന്നെ ഇടിക്കേനി ഗൈസ്. ഫ്രണ്ട് വ്യൂ ഇട്ട് ഓടിക്കുമ്പോൾ ഇത്തിരി പാടാണ്. മാപ്പ് നോക്കി കറക്റ്റായിട്ട് പോകണം, പക്ഷേ മാപ്പിലും ഇങ്ങനെ തന്നെയാണ്. ഇനി വണ്ടി ഇവിടെ എവിടെയെങ്കിലും നിർത്തിയിട്ടൊന്ന് ചായ കുടിക്കണം. അതിന് ശേഷമാണ് നാട്ടിലേക്ക് പോകേണ്ടത്. അപ്പം ഇവിടെ തന്നെ ബസ് സ്റ്റാൻഡിൻ്റെ അടുത്ത് ഉണ്ടാകും, കോയമ്പത്തൂർ ബസ് സ്റ്റാൻഡാണ്. ഓക്കെ, ഇവിടെ എന്തൊക്കെയോ ഹോട്ടലൊക്കെ കാണുന്നുണ്ട്. ഇവിടേക്ക് തൽക്കാലം ഒന്ന് പാർക്ക് ചെയ്തിടാം. ഓക്കെ, മുന്നോട്ടേക്ക് എടുക്കുക. അയ്യോ, വളച്ചിടാനല്ലേ. അയ്യോ, ബസ്. ഓക്കെ, ഇനി റിവേഴ്സ് എടുക്കാം നല്ല. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോയിൽ നമ്മൾ ബസ് മോഡിഫൈ ചെയ്ത് വരും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക. അപ്പം ബൈ.